ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ചക്കക്കാലമായിട്ട് ചക്ക കഴിച്ചില്ല എന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് ചക്ക ഇട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ശശങ്ങൾ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ വലിയമ്മ അത് നന്നാക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കുട്ടാപ്പി ഇരുന്ന് ഓരോന്ന് കഴിക്കുന്നുണ്ട് എടുത്ത്. അപ്പോൾ വലിയമ്മ പറയുന്നുണ്ട്, എടാ പച്ചച്ചക്ക കഴിക്കരുത്, പച്ചച്ചക്ക കഴിച്ച് കഴിഞ്ഞാൽ വയറ്റിളക്കം പിടിക്കുന്നു. ഇതൊക്കെ എന്തെന്നുള്ള മട്ടിൽ ചക്ക കഴിക്കുന്നുണ്ട്. ചക്ക ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു കലത്തിലേക്ക് അത് മാറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് ഉപയോഗിക്കണം കേട്ടോ. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം ഇതേപോലെ ചക്ക വെന്ത് വരുന്ന സമയത്ത് നമ്മൾ അരപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മൂടി വെക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം ആവി വന്ന് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഒരു കോലെടുത്തിട്ട് ഞങ്ങളിപ്പോൾ ഒരു തവിയുടെ മൂട് കൊണ്ടായിട്ട് ഇളക്കി കൊടുക്കണം. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം മീൻ കറിയോ ഇനി ബീഫ് കറിയോ എന്തായിരുന്നാലും നമുക്ക് കഴിക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കാന്താരി മുളകും കൂടെ ഉണ്ടെങ്കിൽ മക്കളെ ഈ സംഭവം വേറെ ലെവലാവും കേട്ടോ. ഇപ്പോൾ പച്ച കാന്താരി ഇല്ലാത്ത കാരണം ഞങ്ങൾക്ക് അമ്മ എന്തിട്ടാ പുളിയിലിട്ട് തന്ന കാന്താരി കേട്ടോ ഞങ്ങൾ കഴിക്കണത്. അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. കഴിച്ചു നോക്കാവേ എങ്ങനെയുണ്ടെന്ന്. വായിലിങ്ങനെ വെള്ളം ഉറങ്ങും കഴിക്കാൻ വേണ്ടിയിട്ട്. ദിവസമാണ്